നമസ്കാരം സർ. കൃത്യമായിട്ട് പറഞ്ഞ ഒക്ടോബർ 14-ാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത്. 15-നാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ, കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. ആ ഒരു നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് ഒക്ടോബർ കഴിഞ്ഞു, നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു. ഇപ്പോഴും മാസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം കൃത്യമായിട്ട് ഒരു നല്ല രീതിയിലാണോ നടക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അറിയില്ല, ഈ പറയുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും അറിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് CBI വരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതിന്റെ വാദങ്ങളെല്ലാം കോടതിയിൽ നടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് PP ദിവ്യയ്ക്ക്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന PP ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ PP ദിവ്യ ഹാജരാകണം, അതുപോലെ തന്നെ ജില്ല വിട്ടുപോകരുത്, അങ്ങനത്തിലുള്ള കുറച്ച് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ പഞ്ചായത്ത് മീറ്റിംഗിൽ പങ്കെടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ഇതെല്ലാം മാറ്റി ഇപ്പോൾ ഇളവുകൾ നൽകിയിരിക്കുന്നത്. ജില്ലയ്ക്ക് പുറത്തു പോകാം, അതായത് കണ്ണൂർ വിട്ടുപോകാം, എവിടെ വേണമെങ്കിലും പോകാം, പൊതുപരിപാടികളിൽ പങ്കെടുക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഇനി മുൻപിൽ ഹാജരായാൽ മതിയെന്ന്. ഇപ്പോൾ ഒരു പ്രതികൾക്ക്, അതായത് ഈ ഒരു വേട്ടക്കാർക്കൊപ്പം ഒരു നിയമവും പോവുകയാണോ, അല്ലെങ്കിൽ അവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഒരു സംശയം. ന്യായമായും അനുമാനിക്കാം. അതിന് തക്ക സാഹചര്യ തെളിവുകളുണ്ട്. ഒന്നാമത് ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള മരണമാണ്. അതിന് പിന്നിൽ നടന്നതും അതിനുശേഷം നടന്നതും അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ അരിയാഹാരം കഴിക്കുന്ന കേരളീയൻ ഒരു പക്ഷെ മനസ്സിലാക്കാത്ത തരത്തിലുള്ള ദുരൂഹമായ ദുർഘടങ്ങളാണ് ഇതിന് മുമ്പിലും പിമ്പിലും സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു മരണം ഇനിയും ഒരിക്കലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയൂ. ദുരൂഹതകൾ ഇങ്ങനെ അലയിടിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം പ്രതി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, കെട്ടടങ്ങുക. ഇപ്പൊ നോക്കൂ, അവിടെ ആദ്യം മുതലേ ദുരൂഹത, അതൊന്നുകൂടെ ആവർത്തിച്ചേ മതിയോ. അതായത് ഈ ഒരു മനുഷ്യൻ എല്ലാം നല്ല പുകൾപെറ്റ, നല്ല പേര് കേൾപ്പിച്ച, ഒരു പത്രത്തിലും അഴിമതിയുടെ വാർത്തയായിട്ട് വന്നിട്ടില്ലാത്ത മനുഷ്യൻ. ധാരാളം വില്ലേജ് ഓഫീസർമാര്, NGO-കള് ഒക്കെ തന്നെ അഴിമതിയുടെ കൂമ്പാരത്തിൽ നിന്ന് വിഹരിക്കുന്നതും അവരെ കയ്യോടെ അറസ്റ്റ് ചെയ്യുന്നതും റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കുന്നതുമായിട്ടുള്ള എത്രയോ വാർത്തകൾ വന്നിട്ടുണ്ട്. ആ വാർത്തകളിലൊന്നും കഥാപാത്രമായിരുന്നില്ല നവീൻ ബാബു എന്ന് പറയുന്ന ഈ മനുഷ്യൻ. സഹപ്രവർത്തകരിൽ ഒരാൾ പോലും ഇങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹത്തുമായി ഇടപെട്ടിട്ടുള്ള എത്രയോ കേരളീയരായ സാധാരണക്കാരായ ആളുകളുണ്ട്. അവരാരും ഇങ്ങനെ ഒരു പരാതി ഇതിനു ശേഷം പോലും പറഞ്ഞിട്ടില്ല. സാധാരണ ഇങ്ങനെ ഒരു ആരോപണം ഉയരുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായി. പ്രത്യേകിച്ച് CPM-ന്റെ കേഡറുകൾ തന്നെ അങ്ങനെയുള്ള ക്യാപ്സ്യൂളുകൾ സൃഷ്ടിക്കാം. പക്ഷെ അതൊന്നും അതിലെല്ലാം പരാജയപ്പെട്ടു. നറേറ്റീവുകൾ സൃഷ്ടിക്കാം. CITUവിന്റെ നേതാവ് പോലും ഇദ്ദേഹത്തെ സത്യസന്ധൻ എന്ന് വാഴ്ത്തുകയാണ് ചെയ്തത്. ബന്ധപ്പെട്ട കലക്ടർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു തെറ്റുപറ്റാത്ത മനുഷ്യരാരാണ്? ഈശ്വരനല്ലല്ലോ നവീൻ ബാബു. ആർക്കാണ്? കലക്ടർക്ക് തെറ്റുപറ്റിയിട്ടില്ലേ? അതിലേക്ക് പിന്നെ വരാം. നമ്മൾ പലതവണ പറഞ്ഞു അദ്ദേഹം കാണിച്ച പ്രമാദമായ തെറ്റ്, മരണത്തിലേക്ക് നയിച്ച തെറ്റ്. അത് പിന്നെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് സമയം തികയില്ല. അതുപോലെ എത്രയോ തെറ്റുകുറ്റങ്ങളാണ് പിന്നെ സംഭവിച്ചിരിക്കുന്നത്. കുടുംബം എന്ന് പറയുന്ന പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകാൻ ഏറിയാൽ ഒരു 4 മണിക്കൂർ കൊണ്ട് ഓടിച്ചെത്താം. അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ ഇൻക്വസ്റ്റിന് ഇവരെ ഹാജരാക്കിയില്ല. പോട്ടെ, അത് കഴിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടത്തിന് ഇവരെ ഹാജരാക്കിയിട്ടില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ സമർത്ഥമായിട്ട് പറയുന്നുണ്ട്, അതിൽ രക്തക്കറ കണ്ടെടുത്തു. സോക്ക്ഡ് ഇൻ ബ്ലഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അണ്ടർ ഗാർമെന്റ്സ് അഥവാ അടിവസ്ത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മിണ്ടുന്നതേയില്ല. സാധാരണഗതിയിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എന്തു പറയുന്നു അതിന്റെ വിശദീകരണമാണ്, അതിന്റെ ശാസ്ത്രീയമായ എക്സ്പ്ലനേഷനാണ് പോസ്റ്റ്മോർട്ടം. കേരളത്തിലെ സാമാന്യ ജനങ്ങൾ, കോമൺ മാൻ ഈസ് മോർ ഇന്റലിജന്റ്. അവർ പൊട്ടന്മാരൊന്നും അല്ല. അവരെയെല്ലാം സമർത്ഥമായിട്ട് കബളിപ്പിച്ചുകൊണ്ട് വീട്ടുകാർ വരുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ദേഹം സംസ്കാരവും അങ്ങ് നടത്തി. ഇനിയും തെളിവുകളെല്ലാം ഒരു തെളിവും കണ്ടെത്താനാവാത്ത വിധം. എന്നിട്ടോ ഇദ്ദേഹം അവസാന യാത്ര നടത്തിയത് അന്ന കരീനിനെ പോലെയാണ്. മരണത്തിന് മുമ്പ് ഒറ്റയ്ക്കാണ്, ഒരൊറ്റ മനുഷ്യനല്ല കൂടെ. അതിനു മുമ്പ് നടന്നത് എന്താ? തേജോവധം. ഒരു സിവിൽ ഡെത്ത് അദ്ദേഹത്തിന് നൽകുകയായിരുന്നു ആരാച്ചാരായി വന്ന PP ദിവ്യ. അതുവരെ ആരോപണങ്ങളുടെ ശരമാലകളുടെ കലക്ടറുടെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും ഒക്കെ മുൻപിൽ വെച്ച് പരസ്യമായിട്ട് ശരീഅത്ത് കോടതികളൊക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ തല പരസ്യമായിട്ട് ഇറക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ശരീഅത്ത് സമ്പ്രദായം. അതുപോലെ തല ഇറക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം കുത്തി മുറിക്കുകയായിരുന്നു.
അങ്ങനെ കുത്തിമുറിച്ച് നോവിച്ച ഒരു മനുഷ്യൻ പോയപ്പോൾ ആശ്വാസവാക്കുമായിട്ട് ഒരാളും എത്തിയില്ല എന്ന് പറയുന്നത് ദുരൂഹതയുടെ ഗൗരി ശങ്കര ശിഖരം തന്നെയാണ്. അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ സംഘടനയിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീഴ് ജീവനക്കാരൻ അദ്ദേഹത്തെ അനുഗമിക്കാൻ തീവണ്ടി സ്റ്റേഷനിലേക്ക് പോയില്ല. തീവണ്ടി സ്റ്റേഷനിൽ പോയ ആൾ അമ്പലത്തിലേക്ക് പോകണമെന്ന് തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ താക്കോൽ ഏതൊരു സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ക്വാർട്ടേഴ്സ് നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിക്കാം. പക്ഷെ അങ്ങനെയല്ല, അവിടെ താമസിക്കാത്ത ആള് താക്കോല് തിരിച്ചു കൊടുക്കണമെന്ന് നിബന്ധനയുണ്ട്, ചട്ടമുണ്ട്, സർവീസ് റൂളുണ്ട്. അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും, അല്ലാതെ അദ്ദേഹത്തെ റിലീവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ താക്കോലുമായിട്ട് പിന്നെ തിരിച്ചു വന്നു എന്ന് പറയുന്നത് എന്ത് കെട്ടുകഥയാ? എന്ത് സർവീസ് അയാൾ? ഗവൺമെന്റ് സർവീസ്, കളക്ടർ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് എന്താ ഇങ്ങനെ ചട്ടപ്രകാരം എന്തെങ്കിലും അനുമതി നൽകിയോ താക്കോല് കൈവച്ചുകൊണ്ട് വീട്ടിൽ പോവാൻ? സമാധാനം പറയണം ഇതിന്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ രക്തക്കറ എങ്ങനെ വന്നു? സമാധാനം പറയണം. ഇതിനൊക്കെ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്, നമ്മുടെ പോലീസ് ബാധ്യസ്ഥമാണ്. നോക്കൂ, സത്യസന്ധനായിട്ടുള്ളൊരു പോലീസുകാരൻ സമ്മർദ്ദമില്ലാതെ അന്വേഷണം നടത്തിയാൽ ഇതിന്റെ എല്ലാ സത്യങ്ങളും പുറത്തു വരും. പക്ഷേ കേരളത്തിൽ അതില്ല. സമ്മർദ്ദത്തിലായ പോലീസുകാരാണ്, അവരുടെ സത്യസന്ധതയെ കള്ളത്തരങ്ങളിൽ മുക്കിക്കൊല്ലാൻ നിയുക്തരായ പോലീസുകാരാണ് കേരളത്തിലുള്ളതെന്ന് പല കാര്യങ്ങളും ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കേസ് നിലനിൽക്കെ തന്നെ MR അജിത് കുമാറിന് മന്ത്രിസഭാ യോഗം ചേർന്നു. CPI മന്ത്രിമാരും കൂടിയിരിക്കുന്ന യോഗത്തിൽ വെച്ച് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ട് DGP ആയിട്ട് സ്ഥാനക്കയറ്റം നൽകിയ സംസ്ഥാനമാണ് ഇവിടെ. എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? ജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രിക്കോ അവരുടെ CPM-ൽപ്പെട്ട ഒരു MLA-ക്കോ ഉണ്ടോ? എന്നിട്ട് ഒരു MV ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് പറയുന്നത് കേട്ടിട്ട് ഇയാൾ ആരാണ്? ഇയാളാണ് ഇവിടുത്തെ DGP. ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. അപ്പൊ ദിവ്യ കുറ്റക്കാരിയല്ല, അക്യൂറ്റ് ചെയ്തു. ഇയാൾ ആരാ? ഇവിടുത്തെ ചീഫ് ജസ്റ്റിസോ? അങ്ങനെ ആരെ നിയമിച്ചിരിക്കുന്ന ഇയാളെ? ഇയാൾ മണ്ടത്തരങ്ങളെല്ലാം പറഞ്ഞ് ചുംബന്മാരെന്ന് ജഡ്ജികളെയും പറഞ്ഞ് മണ്ടത്തരങ്ങളുടെ ഒരു കൂമ്പാരമായിട്ട് EP ജയരാജനെ പോലെ മാറി മറ്റൊരു ജയരാജൻ, ഇപ്പോ MV ജയരാജൻ. മഞ്ജുഷ പറയുന്നത് കെട്ടിത്തൂക്കിയതാണെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ദിവ്യയെ കൊണ്ട് അത് സാധിക്കില്ല, ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദിവ്യ എങ്ങനെയാലും കുറ്റവിമുക്തയാകണം. ഒരു മനുഷ്യൻ മരിച്ചതിന് ആ മഞ്ജുഷ എന്ന് പറയുന്ന വിധവയായ സ്ത്രീയോട് സമാധാനം പറയുകയല്ല, അവരെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയുക ഞങ്ങൾ വീട് കുടുംബത്തോടൊപ്പമാണ്. നിങ്ങൾ കുടുംബത്തോടൊപ്പം വേണ്ടാഹേ, നിങ്ങൾ മാറി നിൽക്കൂ. ഇങ്ങനെ കുടുംബത്തോടൊപ്പം നിന്ന് സേവിക്കാതെ നിങ്ങൾ ദിവ്യയുടെ കുടുംബത്തോടൊപ്പം നിന്നോ, അങ്ങനെ തന്നെ നിന്നോ. പക്ഷെ ഈ രാജ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കാൻ ആള് വരും. നിങ്ങളുടെ ഗവൺമെന്റ് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരില്ല. അന്ന് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം തേടും, ആ ഉത്തരം ഞങ്ങൾക്ക് കിട്ടും. അത് തന്നെയാണ് സംഭവിക്കുക. PP ദിവ്യ നിങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരുന്നാൽ കണ്ണൂരിൽ പോലും നിങ്ങൾ കര തൊടുകയില്ല, പച്ച തൊടുകയില്ല. സത്യസന്ധമായിട്ട് തന്നെ പറയാം. നിങ്ങൾ ജയിക്കരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല, സത്യം ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ പറയുകയാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. എന്തിനാണ് നിങ്ങളുടെ അസ്ഥികൂടങ്ങളെല്ലാം കൂടി എടുത്ത് അലമാരിയിൽ വെച്ച് പൂട്ടിവെച്ചിരിക്കുന്നത്? തെറ്റുപറ്റിയെങ്കിൽ അത് സമ്മതിക്കണം. അതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ സംസ്കാരം. അല്ല അതിനെ ന്യായീകരിക്കുകയല്ല. ദിവ്യ തെറ്റ് ചെയ്തിട്ടില്ല. ഇയാൾ ആര് പറയാൻ? ഹൂ ഇസ് ഹീ? പാർട്ടിയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്, പക്ഷെ വ്യക്തികളെ സംരക്ഷിക്കാൻ പാർട്ടിക്കാരൻ ബാധ്യസ്ഥനല്ല. വ്യക്തി തെറ്റ് ചെയ്യാൻ ശിക്ഷിക്കുക എന്നുള്ളതാണ് പാർട്ടിക്കാരൻ ചെയ്യേണ്ടത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശം. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ P. കൃഷ്ണപിള്ള കേരളത്തിൽ സ്ഥാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. ആ ഇഷ്ടം നിങ്ങൾ ഇഷ്ടക്കേടാക്കി മാറ്റുകയാണ് ജയരാജ. എന്ത് വിഡ്ഢിത്തങ്ങളാണ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് അല്ല എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? സിവിൽ ഡെത്ത് അവിടെ കൊടുത്തു. സിവിൽ ഡെത്തിന്റെ ബാക്കിയായിട്ടാണ് ഫിസിക്കൽ ഡെത്ത് കൊടുത്തത് എന്ന് നമുക്ക് ഊഹിച്ചുകൂടെ? അവർക്കപ്പം താല്പര്യം ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ തേജോവധം ചെയ്തതിന്റെ അനുവാദം കൂടാതെ വന്ന് കലക്ടറുമായിട്ട് ഒത്തുകളിച്ചുകൊണ്ട് അവിടെ പ്രസംഗം ഇങ്ങനെ നടത്തി തേജോവധം ചെയ്തതിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? ഇയാളെ നോവിക്കുക. ഇയാൾക്ക് മാരകമായ പ്രഹരം, മാനസികമായ പ്രഹരം അവരെ കൊണ്ട് കൊല്ലാൻ കൊള്ളാത്തത് കൊണ്ട് അയാളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടു. ഒരൊറ്റയാളും പോരുതെന്ന് ശാസന നിങ്ങൾ ചെയ്തു കാണും. കണ്ണൂരിൽ നിന്ന് ഇയാൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് വിട്ടേക്കണം, അതിന് കൊല്ലാനുള്ള സാഹചര്യം ഒരുക്കണം. അതാണ് സാഹചര്യ തെളിവ്. ഒറ്റയ്ക്ക് നിങ്ങൾ വിട്ടു. നിങ്ങൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ KGO എന്ന് പറയുന്നത്? എന്തേ KGOയുടെ ഒരു കേഡർ പോലും പോയില്ല? നിങ്ങൾ അവരെ വിലക്കി കാണും. ഞങ്ങൾ ഊഹിക്കുകയാണ്. ഇത് ശരി, സംശയിക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് വന്നു. ആ താക്കോൽ അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തത് ഇയാൾ ഒറ്റയ്ക്ക് വരുമ്പോൾ അവിടെ ഇട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ഡ്രൈവർ അയാളെ നിർബന്ധിച്ച് കാണും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ ഇട്ട് നിങ്ങൾ കൊന്നു കാണും. എന്നിട്ട് ചരടോ ഒരു വാഴക്കൊല പോലും കെട്ടിത്തൂക്കാൻ പറ്റാത്ത 10-15 കിലോ വരുന്ന 15 കിലോയുള്ള ഒരു വാഴക്കൊലയോ തേങ്ങാക്കൊലയോ കെട്ടിത്തൂക്കാൻ പറ്റാത്ത ഒരു ചരടിനകത്ത് ഇയാൾ കെട്ടിത്തൂക്കുകയാണ്. പണ്ട് പോലീസുകാർ ഉദയകുമാർ മരിച്ചപ്പോൾ അത് അടിവസ്ത്രത്തിന്റെ നാടയിൽ
കഴുത്ത് കെട്ടി തൂക്കി ചത്തതാണെന്ന് പറയുന്ന പോലെ അത് അദ്ദേഹത്തിന് ഇതിലും വെയിറ്റ് ഉണ്ട്, 60-70 കിലോ ഉള്ളെന്ന് പറയുന്ന പോലെ കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് വിചാരിക്കേണ്ട. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു, ഒരുപാട് സംവാദങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. ഇതിന്റെ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കറിയാം. നോക്കൂ, ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം. ടി.പി. സെൻകുമാർ, ഫ്രഞ്ച് ചാരക്കേസ് എന്ന് പറഞ്ഞ സുപ്രസിദ്ധമായിട്ടൊരു കേസുണ്ട്. കുറെ വർഷങ്ങളായിട്ടുള്ള കേസ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണ്. 2000-ന്റെ ആദ്യ പാദങ്ങളിൽ നടന്ന കേസ്. ആ കേസിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഫ്രഞ്ച് പൗരന്മാർ, ഗോവയിൽ നിന്നുള്ള ഒരാൾ, ഗോവയിൽ നിന്ന ആളുടെ നമ്മുടെ KV തോമസ് ആയിരുന്നു എറണാകുളം MP, അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. ഇവരെല്ലാം കൂടി വന്നിട്ട് നമ്മുടെ കൊച്ചി തീരത്തുള്ള കടലിൽ നേവിയുടെ കപ്പലുകൾ തമ്പടിച്ചിരിക്കുന്ന ഒരു നങ്കൂരമിട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വന്ന് ഷൂട്ടിംഗ്, ഭയങ്കര ഷൂട്ടിംഗ്, ഗംഭീര മണിക്കൂറുകളും ഷൂട്ടിംഗ്. അപ്പൊ കോസ്റ്റൽ ഗാർഡ് എന്ത് ചെയ്തു? അവരുടെ റഡാറിൽ ഇത് പതിഞ്ഞു. അവരുടനെ പോയി ഇവരെ അറസ്റ്റ് ചെയ്തു. അവിടെ കൊച്ചിയിലെ മുനമ്പമാണോ അവിടെ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ അപ്രസക്തമാണ്. അപ്പൊ സർക്കിൾ ഇൻസ്പെക്ടർ അത് വളരെ ഗൗരവമായിട്ട് എടുത്തു, അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മുകളിൽ നിന്നുള്ള ഉത്തരവ്, അതൊന്നും കാര്യമൊന്നുമില്ല, അതങ്ങ് വിട്ടേക്ക് എന്നങ്ങ് പറഞ്ഞു. പക്ഷെ ടി.പി. സെൻകുമാർ എന്ന് പറയുന്ന കാര്യക്ഷമമായി ചിന്തിക്കുന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ, SP, അതങ്ങനെ വിട്ടാൽ പറ്റുന്ന കേസല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ചാരപ്പണിയാണ് നടന്നിരിക്കുന്നത്. ചാരപ്പണി, ISRO ചാരക്കേസ് പോലല്ല ഇത്, ചാരപ്പണിയാണ്. അന്ന് ഇതുപോലുള്ള ഈ സാറ്റലൈറ്റിന്റെ പടങ്ങളൊന്നും കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പൊ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘം വന്നിട്ട് ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുകയായിരുന്നു. നമ്മുടെ നേവിയുടെ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാം. എന്തിനു വേണ്ടി? അവർക്കൊരു നങ്കൂരമല്ല, അന്തർവാഹിനി, ഇവിടെ അന്തർവാഹിനി നമ്മുടെ കടലിലേക്ക് വിട്ടാൽ കപ്പലുകളെ എങ്ങനെ പ്രഹരിക്കാൻ പറ്റും, കപ്പലുകളുടെ പൊസിഷൻ അറിഞ്ഞിട്ട് വേണം അന്തർവാഹിനിക്ക്, ആരും കാണാത്ത തരത്തിലുള്ള പുതിയൊരു സങ്കേതം ഉപയോഗിച്ചുള്ള ഒരു അന്തർവാഹിനിയാണ്. അത്യന്താധുനിക സംവിധാനം. മറ്റ് കപ്പലുകൾക്കോ റഡാറിലോ അത് പ്രത്യക്ഷപ്പെടില്ല. അത്തരം ഒരു അന്തർവാഹിനി അല്ലെങ്കിൽ സബ്മറൈൻ അവിടെ കൊണ്ടുവന്നിട്ട് ഈ കപ്പലുകൾ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയായിരുന്നു. അപ്പൊ അദ്ദേഹം അത് തന്നെ കേസ് ഫയലാക്കി ഇവിടെ നിന്ന് കിട്ടാവുന്ന പ്രതികളെയൊക്കെ പിടിച്ചു. ഫ്രഞ്ചുകാരൊക്കെ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം പോലീസിന് എഴുതി കൊടുത്തത് എന്താണെന്ന് അറിയാമോ? ഈ കേസ് കേരള പോലീസിന് പരിമിതികളുണ്ട്. നോക്കൂ ആ വാക്കുകൾ, ആത്മാർത്ഥതയുടെ വാക്കുകൾ. കേരള പോലീസിന് പരിമിതികളുണ്ട് അന്വേഷിക്കാൻ. ഇത് ദേശാന്തര മാനമുള്ള ഒരു കേസായതുകൊണ്ട് ഈ കേസ് മാനമായിട്ട് CBIക്ക് വിട്ടുകൊടുക്കണം. അതാണ് പറഞ്ഞത്. അതാണ് ആ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ. 2019 പുറത്തു വന്ന പോലീസ് ജീവിതം എന്നുള്ള കൃതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞത് തെറ്റാണോന്ന്. സത്യം ഒരൊറ്റ ആൾ നിഷേധിച്ചിട്ടില്ല. അതാണ് അഭിമാന പ്രശ്നമല്ലിത്. സത്യം പുറത്തു വരാൻ ഇവിടെയും കേരള പോലീസ് പോരാ, CBI തന്നെ വേണ്ടി വരും. കുറെ പേരെ പിടിച്ച് ചോദ്യം ചെയ്യും. ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, നോക്കൂ, MV ജയരാജനും MV ഗോവിന്ദനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ച് ചോദ്യം ചെയ്യും, അതുകൊണ്ടാണ് ഞങ്ങൾ CBI ചേർക്കുന്നത്. നിങ്ങളുടെ ആൾക്കാരെ പിടിച്ച് എങ്ങനെ ചോദ്യം ചെയ്യുന്ന? CBI അങ്ങനെ വഴി കാണുന്നവനെ നിങ്ങളുടെ പോലീസിനെ പോലെ ചോദ്യം ചെയ്യുന്ന ആളല്ല. ശാസ്ത്രീയമായിട്ട് അതിന്റെ ട്രജക്ടറി മുഴുവൻ പരിശോധിക്കും, കേസ് ഡയറി പരിശോധിക്കും, തെളിവുകൾ പരിശോധിച്ച് സംശയാസ്പദമായിട്ടുള്ള ആൾക്കാരെ അങ്ങനെയും ചോദിക്കത്തില്ല. അത് വീണ്ടും വിശകലനം ചെയ്ത് അവര് പ്രതികളാണെന്ന് സ്ഥാപിച്ചത് CBI ഡയറി കുറിപ്പിൽ നമ്മൾ കണ്ടല്ലോ. അതുപോലെ അല്ലാതെ ഒരു സംശയം തോന്നിയ ഉടനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും പ്രതികളെന്ന് 99% സംശയിക്കാവുന്നവരെ മാത്രമേ അവര് പിടിച്ചു ചോദ്യം ചെയ്യൂ. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ സഖാക്കളുടെ പേരുകൾ പുറത്തു വരും, ജനങ്ങൾ അറിയും, സത്യം പുറത്തു വരും എന്നുള്ള പേടി കൊണ്ടാണ് ഈ മതിഭ്രമങ്ങളും വെപ്രാളങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി, ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്ന കോടതി ഈ പാവപ്പെട്ട മഞ്ജുഷയ്ക്ക് നീതി ലഭ്യമാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇപ്പം ഇന്നല്ലേ അതിന്റെ വിധി വരേണ്ട ദിവസം? നാളെയാണ്. നാളെ വിധി വരുമ്പോൾ ആ മഞ്ജുഷയുടെ ഹൃദയത്തിന് ഒരു തണുപ്പ്, ഒറ്റയ്ക്ക് പോരാടുന്ന ആ സ്ത്രീക്ക് ഒരു തണുപ്പ് കിട്ടത്തക്ക രീതിയിലുള്ള വിധി ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സാർ, ഇപ്പോൾ ഈ MV ജയരാജന്റെ പ്രസ്താവന വരുന്നുണ്ട്, ദിവ്യക്ക് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കണ്ണൂരിൽ നിന്ന് PP ദിവ്യ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറും എന്നുള്ള ഒരു പട്ടാഭിഷേകം ഉടൻ നടക്കുമെന്നുള്ള ഒരു വാർത്ത ഉറപ്പായിട്ടും എത്രയോ പേര് തിരിച്ചു വന്നിരിക്കുന്നു. കാരണം ഇനിയിപ്പോ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റും, പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ അതും ഉണ്ടാവും. MR അജിത് കുമാർ ദാ തിരിച്ചു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ P ശശി തിരിച്ചു വന്നതല്ലേ, അങ്ങനെ തരം താഴ്ത്തപ്പെട്ടിട്ട്. അങ്ങനെ എത്ര നമ്മുടെ പാവം G സുധാകരൻ സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹം മാത്രം കുറ്റമൊന്നും ചെയ്തിട്ടില്ല.
അദ്ദേഹം തരം താഴ്ത്തി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച PR വസന്തൻ കരുനാഗപ്പള്ളിയിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി, അധോഗതിയായി. പ്രതിഭയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയാണ്. അവരെ തരം താഴ്ത്തി അവർക്ക് ഇനി ഉയരാൻ പറ്റാത്തതുകൊണ്ട്. അതൊന്നും പ്രതിഭ നോക്കിയിട്ടോ പ്രവർത്തനം നോക്കിയിട്ടോ ഒന്നുമല്ല, അവരുടെ താല്പര്യങ്ങൾ നോക്കിയിട്ടാണ്. അവരുടെ മുകളിലിരിക്കുന്നവരെ സംരക്ഷിക്കുന്നവരാരോ അവർക്കാണ് തിട്ടൂരം കിട്ടുക. അതിൽപ്പെട്ടതാണ് ഈ P ശശിയും PP ദിവ്യയും ഒക്കെ, അതുപോലെ ആര്യ രാജേന്ദ്രനും ഒക്കെ. അവരുടെ ആ ലോബി ഉണ്ടല്ലോ, മെയിൻ ലോബി, ആ ലോബിക്ക് ചുക്കാൻ പിടിക്കുന്നവരും അവരെ സഹായിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു ലോബി എപ്പോഴും മുന്നേറി ഒഫീഷ്യൽ വിഭാഗം എന്നും പറഞ്ഞ അച്യുതാനന്ദന്റെ കാലത്ത് അറിയപ്പെട്ടവർ എപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. എന്തു വില കൊടുത്തും അതാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തു വില കൊടുത്തും അവരെ സംരക്ഷിക്കും പാർട്ടി എന്നുള്ള സന്ദേശമാണ് MV ജയരാജന്റെ, MV ഗോവിന്ദന്റെ ഒക്കെ പ്രസ്താവനകളിൽ നിന്നും മറ്റുള്ളവരുടെ കപട വാക്കുകളിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്ന സത്യം. ഇപ്പോ മഞ്ജുഷ ആണെങ്കിൽ തന്നെ അവര് ജോലിയിൽ പ്രവേശിച്ചു. അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഒപ്പം തന്നെ 2 പെൺമക്കളുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു സംഘത്തിനോട് അവർ ഏറ്റുമുട്ടുന്നത്. വലിയൊരു സംഘം എന്ന് വെച്ചാൽ വലിയൊരു സംഘം തന്നെയാണ്. അവർക്ക് അവരുടെ ഭർത്താവിന്റെ മേൽ വീണിട്ടുള്ള ഒരു കറ അത് തുടച്ചു മാറ്റാനായിട്ട് അവർ ഒറ്റയ്ക്ക് ഇറങ്ങി പോരാടിയിരിക്കുന്നത്. അതിന്റെ ഒടുവിൽ അവർക്ക് നീതി കിട്ടും. അത് തന്നെയാണ് കേരളവും ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് കരുതാം. കൈക്കൂലി വാങ്ങിക്കുന്ന ഒരാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യത്തില്ല. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഈ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയായിരിക്കും. പിണറായി വിജയൻ രാജിവെക്കുന്നുണ്ട്, വാങ്ങിച്ചെന്നുള്ള ആരോപണം ധാരാളമായിട്ട് വരുന്നുണ്ടല്ലോ. എത്ര പേര് അദ്ദേഹത്തെ തേജോവധം ചെയ്ത കുലുക്കമുണ്ടോ അദ്ദേഹത്തിന്? ഇപ്പൊ SFIയുടെ ഏറ്റവും പുതിയ തെളിവുകൾ രാജ്യദ്രോഹം കൂടി ഉണ്ടാ കേസിൽ CMR. അദ്ദേഹത്തിന് കുലുക്കമുണ്ടോ? പത്രക്കാർ ചോദിച്ചാലും മൗനമായിട്ട് അദ്ദേഹം അങ്ങ് പോയില്ലേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഈ കൈക്കൂലി അങ്ങനെയുള്ള ഈ അവരുമായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള തൊലിക്കട്ടിയും ഉണ്ടാവില്ല, ഒരു നാണക്കേടും ഉണ്ടാവില്ല. ഈ നവീൻ ബാബു എന്ന് പറയുന്ന ആള് ഒരു അഥവാ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുവാ ആത്മഹത്യ, കൊലപാതകമാണ്. ഇതെന്താണെന്ന് തെളിയിക്കാനാണല്ലോ CBI. ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം സത്യസന്ധനായ വ്യക്തിയാണെന്നാണ് അർത്ഥം. കാരണം കൈക്കൂലി വാങ്ങുന്നതിന്റെ ആരോപണം പോലും സഹിക്കാൻ വയ്യാത്ത വ്യക്തി. മറ്റേ അങ്ങനല്ല, കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ട് അഭിമാനപൂർവ്വമാണ് ഇങ്ങനെ നടത്തുന്നത്. ഇതിൽ IS ആളുകളെ കൊല ചെയ്തിട്ടും ബലാത്സംഗം ചെയ്തിട്ടും പിടികൂടിപ്പെടുമ്പോൾ അവർ അഭിമാനപൂർവ്വം മുദ്രാവാക്യം വിളിച്ച് തിരിച്ചുകൊണ്ട് ഇടിവണ്ടികളിൽ കയറി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കൈക്കൂലി ഞാൻ വാങ്ങിക്കും, അതൊരു മിടുക്ക്, അങ്ങനെ കരുതുന്നവരാണ്. ഞാൻ നവീൻ ബാബു അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ലെന്ന് PP ദിവ്യ പറഞ്ഞ പാടെ തെറ്റാണെന്നും ആ തേജോവധം അസ്ഥാനത്തായിരുന്നു എന്നും തെളിയിച്ചിട്ടുണ്ട്. അതിന് വഴിവെച്ചു കൊടുത്ത കലക്ടർ കുറ്റക്കാരനാണെന്ന് തെളിയുന്നുണ്ട്. ഇപ്പോഴും MV ജയരാജൻ പറയുന്നു കൈക്കൂലി വാങ്ങിച്ചെന്നോ ഇല്ലെന്നോ പറയാൻ. ഇയാൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? കൈക്കൂലി വാങ്ങിച്ചോണ്ട് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിച്ചു കാണിക്കൂ. നിങ്ങളുടെ ഇത്രയും വലിയ സംവിധാനങ്ങളുണ്ടല്ലോ, ഗവൺമെന്റ് സർവീസിൽ ഭൂരിപക്ഷവും നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാരല്ലേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് തെളിയിച്ചുകൂടാ? ഒരാളെ കൊണ്ടെങ്കിലും ഒന്ന് പറയിപ്പിച്ചു നോക്കൂ. ചുണയുണ്ടെങ്കിൽ ജയരാജ ഞാൻ വെല്ലുവിളിക്കുക. നിങ്ങൾ അത് തെളിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ പത്രപ്രവർത്തന ജീവിതം ഞാൻ അവസാനിപ്പിക്കാം. ഇല്ലെന്ന് തെളിഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം വേണ്ടെന്ന് വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇങ്ങനെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നും അല്ല ജനങ്ങൾ. നിങ്ങളുടെ പാർട്ടിയോടുള്ള കൂറ് മനസ്സിലാക്കുന്നു, പക്ഷെ അതിന്റെ പേരിൽ സത്യത്തെ ബലികഴിക്കരുത്. ഇങ്ങനെ നിഷ്ഠുരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള വാക്കുകളിലൂടെ അത് അസംബന്ധമാണ്, അപമര്യാദയാണ്. ഏതായാലും CBI അന്വേഷണം വരട്ടെ. കുടുംബത്തിന്റെ നീതി അവർക്ക് കിട്ടുന്നതുവരെ അവർ ഒറ്റയ്ക്ക് പോരാടുകയാണ്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ ഒരു കേസിൽ നവീൻ ബാബുവിന് ആവശ്യമായ നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെ അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളടക്കം ഇത് തുടക്കം ഈ ഒരു കേസിന്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഉടൻ തന്നെ ഇപ്പോൾ PP ദിവ്യ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പൊ തെളിവുകളൊക്കെ നശിപ്പിക്കേണ്ടതൊക്കെ ആദ്യമേ ഇതൊക്കെ ചെയ്ത് കാണും. ഇപ്പോൾ PP ദിവ്യ അതിനുവേണ്ടി പുറത്തിറങ്ങണമെന്നൊന്നില്ല. ഏതായാലും കൃത്യമായിട്ട് തന്നെ നിയമം മുൻപോട്ട് പോട്ടെ. ഈ പല ദുരൂഹതകളുടെ ഉത്തരങ്ങൾ ലഭിക്കട്ടെ. അതെ, മറുവശത്ത് പാർട്ടി വരുമ്പോ എല്ലാരും ഭയക്കും, അവനവന്റെ സുരക്ഷയിലേക്ക് ഒളിക്കും. അതിന്റെ ആ തോടുകളിലേക്ക്, തോടിൽ ഒളിക്കുന്നവർ അതിലേക്ക് ഒളിക്കും, തല സുരക്ഷിതമായിരിക്കാൻ വേണ്ടി. അതാണ് ജനങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടെ ധൈര്യമായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. അതുപോലെ തന്നെ കുറെ ജനങ്ങളും ഉണ്ടാവും, അവർ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന മാധ്യമപ്രവർത്തകരും ഉണ്ടാവും. അവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മഞ്ജുഷയ്ക്ക് ഒരു തണൽ കിട്ടുകയുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും CPM ശക്തമായിട്ട് രംഗത്തിറങ്ങിയാൽ മഞ്ജുഷ എന്ന് പറയുന്നത് വളരെ ദുർബല എന്ന് പറയുന്ന സ്ത്രീക്ക് പറയുന്ന അബലയാണ് അവിടെ. ആ അബലയ്ക്കാണ് മാധ്യമങ്ങളുടെ പിന്തുണ വേണ്ടത്, നീതിക്കാണ്
മാധ്യമങ്ങളുടെ പിന്തുണ എപ്പോഴും വേണ്ടത്. നീതിയുടെ പക്ഷത്താണ് അവരെ നിലയുറപ്പിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കർമ്മം തന്നെ. എന്തായാലും നീതിപൂർവമായിട്ടുള്ള ഒരു അവസാനം തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സത്യം പുറത്തു വരട്ടെ.